നമ്മളുടെ മിസാൻ എന്ന പ്രോഗ്രാം ആരംഭിക്കുകയാണ്. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി അവസാനം വരെ ഇത് കണ്ടിരുന്നാൽ മാത്രമേ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമാകുകയുള്ളൂ. എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി ഞങ്ങൾ ആരംഭിക്കട്ടെ. മിസാൻ. Good evening, everybody. A warm welcome to one and all. There is a famous saying, we can't change people, but we can make them feel the need for change. How different is this evening? The galaxy of intellectuals and dear audience, you will yourself discover as the colors of cultural feast unfold. Sri Shankara School is always with the dreams of our children. And this year, we walk with the dreams and hopes of incomplete lives. Here comes a realistic and thought-provoking event, Mizan. It grips you from the beginning and makes you take a journey with every performance. It penetrates the beauty of life as the communion of generations. Status and circumstances are different. They put their works in life's troubles. It is a message for those who are caught in the trap of self-interest, comes to realize on his own with the incident. Here we are all together as a family with another landmark of access in the annual day history of Sri Shankara. Let's watch and encourage. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ? നിങ്ങൾക്കൊക്കെ കഥകൾ ഒരുപാട് ഇഷ്ടമല്ലേ? കഥകൾ എനിക്കൊത്തിരി ഇഷ്ടമാണ്. ഇനി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ഒരു കഥയാണ്. ഇവരും അതുപോലെ ഓരോ കഥകളാണ്. കഥയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിയോ? സത്യമാണ്, ഞങ്ങളെല്ലാം കഥകളാണ്. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള, ഒരുപാട് പേരോട് പറഞ്ഞിട്ടുള്ള കുറേ കഥകൾ. അതിലൊരു കഥയാണ് ഞാൻ. മരിച്ചു മണ്ണടിഞ്ഞു കഴിയുമ്പോൾ ഓരോ ജീവിതങ്ങളും ഓരോ കഥകളാണ്. അത്തരത്തിൽ മരിച്ചു മണ്ണടിഞ്ഞു പോയ പല കഥകളാണ് ഞങ്ങൾ. ഒരുപാട് സ്വപ്നങ്ങൾ ചാലിച്ച് ജീവിതം എഴുതുന്നതിനിടയിൽ മഷി തീർന്നു നിർത്തേണ്ടി വന്ന ഒത്തിരി കഥകൾ നമ്മൾ കേട്ടിട്ടില്ലേ? ജീവിതത്തിലെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും സ്നേഹവും ഒക്കെ നഷ്ടപ്പെട്ടു പോയ ഈശ്വര സൃഷ്ടിയുടെ പ്രതിരൂപങ്ങളാണ് ഞങ്ങൾ. പ്രിയ കൂട്ടുകാരെ, അച്ഛനമ്മമാരെ, ഗുരുക്കന്മാരെ, ജീവിത വിജയത്തിന് ഈശ്വരാനുഗ്രഹം ആവശ്യമാണ്. പ്രകൃതി രമണീയമായ ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും സന്തോഷത്തോടെ ആസ്വദിച്ച് ജീവിക്കുക. സന്തോഷവും ദുഃഖവും നിറഞ്ഞ ഈ ജീവിതത്തെ പൂർത്തിയാക്കുവാൻ നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം.
കേരളമേ ഭാഗവചരിതം മാടിടുന്നു കളനൂപുരനാദമുണർത്തി ഭാരതഭൂവിൻ പാദതാരിലൊരു പൊഞ്ചിലങ്കയാം കേരളമേ ഭാഗവചരിതം മാടിടുന്നു കളനൂപുരനാദമുണർത്തി മാരുതമർമരതാളവും നീവേകിയ മരതഗതീരവും തിരപാടിയ സാഗരഗീതിയിൽ മുഴുകുന്നു കോകില കൂജനലാളിതം പുലകാലം കനകവിരാജിതം ഭാരതഭൂവിൻ പാദതാരിലൊരു പൊഞ്ചിലങ്കയാം കേരളമേ ഭാഗവചരിതം മാടിടുന്നു കളനൂപുരനാദമുണർത്തി കൽപവൃക്ഷനിരസഞ്ചിതം നൽകതിരിടുന്ന കളശിഞ്ചിതം കുളിരണിഞ്ഞ നീർച്ചോലയും കിളിപാറി വന്ന പൂവനികയും മൗലിയിൽ മലർച്ചൂടിടും മലനിരകളും തരുശാഖിയും കായലിൽ കളി ചൊല്ലിടും കുളിരാമ്പലും കളിയോടവും പാടിടും മാതൃസ്നേഹവിളനിലമേ എന്നും വാഴമേ ഭാരതഭൂവിൻ പാദതാരിലൊരു പൊഞ്ചിലങ്കയാം കേരളമേ ഭാഗവചരിതം മാടിടുന്നു കളനൂപുരനാദമുണർത്തി
चंद्र विराजे पट्ट पावके किशोर चंद्रशेखर रति प्रदीक्षिणम नरेंद्र नंदिनी विलास बंधु बंधुरा सुरतिरंत संतति प्रमोदमान मानसे कृपा कटाक्ष धोरणी निरुद्ध दुर्धरापति क्वचित्तिरं हरे मनो विनोद में तु वस्तुनि जटाभुजंग पिंगला स्फुरत् फणामणि प्रभाकरं कुंकुमाजला प्रमुक्त विभूतमुखे बलान सिंधुर स्फुरत् वक्तवीर मेधुरे मनो विनोद वर्धितं विभूत शिव शंकर काल कंठ डमरूधर काशी कैलाश वासी मृत्युंजय भूतनाथ दानी अवतार हो दर्शन कल्याणकारी നിങ്ങൾക്കറിയുമോ, എന്നെ പാൽമണം മാറാത്ത പ്രായത്തിൽ അച്ഛനമ്മമാരുടെ സ്നേഹത്തണലിൽ പൂക്കളെയും പൂമ്പാറ്റകളെയും സ്വപ്നം കണ്ട് കിളിക്കൊഞ്ചലുമായി പറന്നു നടന്ന ലോകത്തിന്റെ കാപണ്യങ്ങളൊന്നും മനസ്സിലാവാത്ത ഇളം പ്രായത്തിൽ ചിന്താശേഷി നഷ്ടപ്പെട്ട വികല മനസ്സുകളാൽ പിച്ചിച്ചീന്തപ്പെട്ട പല കഥകളിൽ ഒന്നാണ് ഞാൻ. എഴുതി തുടങ്ങിയപ്പോഴേ നിർത്തേണ്ടി വന്ന എത്ര കഥകൾ നിങ്ങൾക്ക് മുമ്പിലുണ്ട്. ഇനിയും ഇതാവർത്തിക്കപ്പെടുമോ? അത്തരത്തിൽ പകുതിയിൽ നിർത്തേണ്ടി വന്ന കഥകൾ ഇനിയും ആവർത്തിക്കാൻ പാടുണ്ടോ? നങ്ങിലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ, ചങ്ങാതിവാവേ നിന്നോട് കൂടെ കണ്ണായി ഞാനില്ലേ. ചെറുനാട്ടുപാതകളിൽ കനവിൻ്റെ മാമലയിൽ തളരാതെ നീ ചുവടേറവേ തണലായി ഞാനരികെ. നങ്ങി
ചങ്ങാതിവാവേ നിന്നോട് കൂടെ കണ്ണായി ഞാനില്ലേ. ൂമലെ മണിപ്പൈതല് ഇടനെഞ്ചിലെ മിടിയേ നോവിലും നിറവേകിടും ചിരിയാണു നീ അഴകേ. കുഞ്ഞു കാലടിയോടെ നീ കനവീരിടും നിമിഷം നെഞ്ചുടക്കിലെ മോഹതാള ഉണർന്നിടും സമയം പൊഴിയുന്നു ഞാൻ മഴ പോലെ മകളെ മങ്ങിരിപ്പൂവേ എന്നോവാവേ. നദിയുടെ കരയിൽ കിളികൾ പോലെ നിങ്ങൾ വിടത്തും വസന്തം. മലരും കിളിയും ഒരു കുടുംബം, നദിയും കടലും ഒരു കുടുംബം. കഥയാണ് അടുത്ത് നിങ്ങളുടെയൊക്കെ തൊട്ടടുത്ത് നടന്ന മറ്റൊരു കഥ. നിഷ്കളങ്ക സ്നേഹത്തെ തിരിച്ചറിയാനാവാത്ത പ്രായത്തിൽ കൗതുകങ്ങളും മധുരമിഠായികളാലും ആകർഷിക്കപ്പെട്ട് ശരിയും തെറ്റും
തിരിച്ചറിയാനാവാതെ കപടലോകത്തിന്റെ തന്ത്രങ്ങൾ അറിയാതെ അക്ഷരങ്ങളുടെയും അക്കങ്ങളുടെയും ലോകത്തിലൂടെ സുന്ദരമായ ഭാവിയിലേക്ക് കാൽവെപ്പ് നടത്തുന്ന പ്രായത്തിൽ പൂർത്തിയാക്കാതെ പൊളിഞ്ഞുപോയ നിരവധി മനോഹരമായ കഥകളിൽ ഒന്നാണ് ഞാൻ. ഓരോ കഥകൾ കേൾക്കുമ്പോഴും നമ്മൾ ഒന്ന് ഞെട്ടും, പിന്നെ സങ്കടപ്പെടും, പിന്നെ നമ്മൾ അതൊക്കെ മറക്കും. വീണ്ടും നമുക്ക് ചുറ്റും ഇത് ആവർത്തിക്കപ്പെടും. ആരാണിതിന് ഉത്തരവാദി? सात सुर में जो तीन ताल मिले धुन बने गाने की। दुनिया है सारी नंबरों से बनी, बक्से से बाहर निहार। हम नजर अभी कीड़े किताबी, टेंशन मत ले या बोलो बेटा 1 2 3 4। तो डरना क्या मेरे यार, बोलो बेटा। तू टेंशन मत ले यार, तो डरना क्या मेरे यार, बोलो बेटा। तो डरना क्या मेरे यार। हाँ, इतनी तो कोई मुश्किल भी नहीं जितने हुए हो परेशान। शटर गिरा के बंद कर डालो डर की जो खोली दुकान। सर पे उठाया क्यों वेट किताबों का, रख दो ना नीचे ये भार। इतनी तो हल्की है बॉडी तुम्हारी, हो जाओ उड़ के फरार। बोलो बेटा 1 2 3 4। तो डरना क्यों मेरे यार, बोलो बेटा। तू टेंशन मत ले यार, तो डरना क्या मेरे यार, बोलो बेटा। വേണ്ട, മാറിക്കോ മാറിക്കോ, അടുത്ത് വരരുത്. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ. ഈ തൊട്ടുതൊട്ടും ഇഷ്ടമല്ലടാ. കാര്യമില്ലടാ, ഒരു കാര്യമില്ലടാ. എന്റെ പിറകെ നടന്ന കാര്യമില്ലടാ. കൊച്ചു കള്ളനെ എടാ എടാ, വേണ്ട മോനെ വേണ്ട മോനെ വേണ്ട മോനെ വേണ്ട മോനെ. ഇഷ്ടമാണടോ എനിക്കിഷ്ടമാണടോ, നിന്റെ സൂത്രങ്ങൾ ഇഷ്ടമാണടോ. കൊച്ചുകള്ളിയേ എടോ എടോ, വേണ്ട മോളെ വേണ്ട മോളെ വേണ്ട മോളെ വേണ്ട. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ.
നിങ്ങളുടെ കഥകളിൽ നിന്നും വ്യത്യസ്തമായ കഥകളിൽ ഒന്നാണ് എൻ്റേത്. നിങ്ങളിൽ പലരും മറ്റുള്ളവരാൽ കഥയാക്കപ്പെട്ടെങ്കിൽ ഞാൻ സ്വയം കഥയായവരുടെ കഥയാണ്. സ്നേഹനിധികളായ മാതാപിതാക്കളുടെയും അനുഗ്രഹീതരായ ഗുരുഭൂതരുടെയും അനുഭവസ്ഥരായ മുതിർന്നവരുടെയും വാക്കുകളെ ധിക്കരിച്ച കൗമാരം ലോകത്തിന്റെ മാസ്മരിക സുഖങ്ങളിലേക്ക് എടുത്തു ചാടിയ യുവത്വത്തിന്റെ കഥകൾ. ഒന്നിലും തൃപ്തിപ്പെടാത്ത മനസ്സുമായി സ്വയം അവസാനിപ്പിച്ച കഥകൾ. ജീവിച്ചിരിക്കുന്ന ഒരുപാട് പേരുടെ സ്വപ്നങ്ങളിലും പ്രതീക്ഷകളിലും ഈ കഥകൾ ഇന്നും ജീവിക്കുന്നു. പ്രിയ കൂട്ടുകാരെ, നിങ്ങളെങ്കിലും ഇത് തിരിച്ചറിയൂ. നല്ല സൗഹൃദങ്ങളും ബന്ധങ്ങളും കാത്തു സൂക്ഷിക്കൂ. നിങ്ങളുടെ കഥകളെ പൂർത്തിയാക്കൂ.
വിടുന്നുവൻ എന്നെ പോറ്റിയ മലരടിക്കാടേ ഞാൻ പോറ്റിയ ആടുമാടുകളെ പോകുന്നു നിങ്ങളെ ഇട്ടു ഞാൻ ദൈവമേ വരുമൊരു ജന്മത്തിൽ ആരായി പണമുള്ളവരായി ജനിപ്പിക്കണേ എങ്കിലും ചന്ദ്രികേ നീ എന്റെ പ്രണയം എന്തേ നട്ടു നടച്ചൊരു പനിനീ പൂച്ചെടി മുട്ട നടത്തി ചിന്ന പോലെ രമണന്റെ ജീവൻ തോന്നുന്നു മനസാക്ഷി നശിക്കാത്ത മലയാള ലോകമേ ചന്ദ്ര ചന്ദ്രിക്ക് മാമേകുമോ ജാതി കോമരങ്ങൾ തച്ചുടയ്ക്കൂ ജാതി കോമരങ്ങൾ തച്ചുടയ്ക്കൂ
ರಾವಣ ಹರಿಶಕೂಟ ಮತ್ತು ವನ್ನ ರಾಕ್ಷಸರಾಡ ಪತ್ತದಲ್ಲ ವೀರ್ಯ ಕೊತ್ತನಾಡಿ ಶೌರ್ಯ ಮುಟ್ಟುಮಡ ಕಾತ್ತೊರು ವೀರ ಸಂದೂರಂ ചുമ്മാതെ എന്നാളും കണ്ടോര ചൂടൻ മാല കൊലവരിയുള്ളോര തോക്കിലേലും കയ്യൂക്കിൻ തന്നേണം കണ്ടോര പണിയില്ലാത്തോര ഉടനടിയിട്ടോര കലാപകാര ഞങ്ങൾ വികാരമില്ല വഴികൾ കടാരേറ്റവും നോക്കാവിടം വരം ഈ ഒരു ഗതിയാന്നു കൂടിൽ കണ്ണിൽ പെടാതിരുന്ന കൊള്ളാം ഇടഞ്ഞൊടുക്കെ ഇരുന്നേക്കാ കാടനോ ഉമാടനോ തീക്കലിക്കേറിയ കാലനോ ഞാനൊരാ കൈ ചൂണ്ടിയ താനിനി മാറിടും ചാരമാ കൊടനെടുക്കാൻ വന്നാലോ തിരിഞ്ഞു പൊട്ടാൻ ആളുണ്ട് കോപച്ചൂടോ വേഗത്തിൽ ചോരില്ലേ കിഴക്ക് പെണ്ണിനു മുന്നാലെ വെള്ളരി നിൽക്കണൊരാളല്ലേ വാശിക്കാരാ തോറ്റോടില്ലേ പണ്ടേ നാട്ടിലിങ്ങനെ കീച്ചു പൊക്കിയ ചേട്ടുപട്ടാരം പെണ്ണിൻ മൂക്കിനെ കത്തി കാറ്റടിച്ചപ്പോ വീണ കൂടാരം ഉയിരു നിറയെ ഉടലു നിറയെ പടരും ഉടനെ കൊടിരോ ഉഷിരോ കനവോ പടരും കാണോ കടരും ഒടുവിൽ ഒഴുകി ഒഴുകിനാ കലാപക്കാരെ നിങ്ങൾ മറന്നിടാതെ മോഹക്കടങ്കിലാക്കും ഞാനോ നിരന്തരം മോടിൽ പോലും പരാതിയില്ല കൂടെ സവാരിയാകാൻ പോരുന്നു കലാപക്കാരം ഞങ്ങൾ വികാരമില്ല കണ്ണിൽ വിടാതെ മിന്നും മിന്നൽ തൊടാതെടാ പിരാന്തമോടി കണ്ണിൽ പെടാതിരുന്ന കൊള്ളാം പിടഞ്ഞൊടുക്കി തീർന്നിട്ടാ दोस्ती हम नहीं तोड़ेंगे तोड़ेंगे दम मगर तेरा साथ ना छोड़ेंगे ये दोस्ती हम नहीं तोड़ेंगे तोड़ेंगे दम मगर तेरा साथ ना छोड़ेंगे अरे मेरी
साथ ना छोड़ेंगे। लोगों को आते हैं तो मगर हम मगर देखो दो नहीं। अरे हो जुदा या खफा ऐ खुदा है दुआ ऐसा हो नहीं। अरे खाना पीना साथ है मरना जीना साथ है। खाना पीना साथ है मरना जीना साथ है। सारी जिंदगी दोस्ती हम नहीं तोड़ेंगे। तोड़ेंगे दम मगर तेरा साथ ना छोड़ेंगे। ये दोस्ती हम नहीं तोड़ेंगे। तोड़ेंगे दम मगर तेरा साथ ना छोड़ेंगे। നിങ്ങൾക്കറിയുമോ എന്നെ പ്രതീക്ഷകളുടെ ലോകത്തേക്ക് വിദേശ സ്വപ്നങ്ങളുമായി പറന്നുയരാൻ കാലത്തിന്റെ ചവിട്ടുപടികളിൽ സ്വർണലിപികളാൽ കയ്യൊപ്പ് ചാർത്താൻ തിളയ്ക്കുന്ന യൗവനത്തിന്റെ കുതിപ്പ്. പക്ഷേ അതിർവരമ്പുകളില്ലാത്ത സ്നേഹബന്ധങ്ങൾ, പ്രണയ നിഷേധങ്ങൾ, ദുരഭിമാന ജാതി ചിന്തകൾ, സ്ത്രീധന ഗാർഹിക പീഡനങ്ങൾ, ഇങ്ങനെ പാതി വഴിയിൽ പൂർത്തിയാകാതെ പോയ കഥകളിലൊന്ന്. അതാണ് ഞാൻ. സ്വപ്നങ്ങൾ പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ. ഒത്തിരി സ്വപ്നങ്ങൾ പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ. കുഞ്ഞു കിനാവുകൾ കൂടണയുന്നൊരു മഞ്ഞു നിലാവിൽ ചേക്കേറാം. കുറുവാൽ പറവകൾ നീന്തി നടക്കും നഗരസരിത്തിൽ നീരാടാം. ഒത്തിരി സ്വപ്നങ്ങൾ പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ. ठुमक ठुमक जब हिट छे तू पहाड़ी बाटोमा छम छमे पायल घुंघरू बदन कर खुटमा ठुमक ठुमक जब हिट छे तू पहाड़ी बाटोमा छम छमा पायल घुंघरू बदन कर खुटमा लाल कर कंगना हाथ में चूड़ी छन हरा
शरारा, अरे चुनरी तेरी चमकनी गुलाबी शरारा। शरारा, 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 गुलाबी शरारा। गुलाबी शरारा। വെളുപ്പാങ്കാലത്ത് രാവിലേറ്റപ്പോ കണ്ണാടി നോക്കിയപ്പോ എന്തൊരു സങ്കടം, എന്തൊരു ജീവിതം, മുന്നോട്ടെന്തിന്, മുന്നോട്ടെന്തിന്. 18 വയസ്സില് വെളുപ്പാങ്കാലത്ത് രാവിലേറ്റപ്പോ കണ്ണാടി നോക്കിയപ്പോ എന്തൊരു സങ്കടം, എന്തൊരു ജീവിതം, മുന്നോട്ടെന്തിന്, മുന്നോട്ടെന്തിന്. കാലിനടിയിൽ
വ്യത്യസ്തനാണ് ഞാൻ. എൻ്റെ രാജ്യം, എൻ്റെ അഭിമാനം. രാജ്യസ്നേഹത്തിൻ്റെ ഹൃദയസ്പന്ദനങ്ങൾ വ്യക്തിബന്ധങ്ങൾക്കും കുടുംബ ബന്ധങ്ങൾക്കും അതീതമായി കണ്ട് രാജ്യസംരക്ഷണത്തിനായി സ്വജീവിതം മാറ്റിവെക്കുമ്പോഴും ശത്രുക്കളുടെ പിടിയിലമരുന്ന പൂർത്തിയാകാത്ത കഥകൾ. ഞങ്ങളെ സ്വപ്നം കാണുന്ന, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുറെ മനസ്സുകളുടെ കണ്ണു നനയ്ക്കുന്ന നോവിൻ്റെ കഥകളിലൊന്ന്. सुनो गौर से दुनिया वालों, बुरी नजर ना हम पे डालो. सुनो गौर से दुनिया वालों, बुरी नजर ना हम पे डालो. चाहे जितना जोर लगा लो, सबसे आगे होंगे हिंदुस्तान. सुनो गौर से दुनिया वालों, बुरी नजर ना हम पे डालो. चाहे जितना जोर लगा लो, सबसे आगे होंगे हिंदुस्तान. हमने कहा है तुम भी कहो, हमने कहा है जो तुम भी कहो. आओ हम मिलजुल के बोले अब तो यारा, अपना जहां है सबसे प्यारा. आओ हम मिलजुल के बोले अब तो यारा, अपना जहां है सबसे प्यारा. हमने कहा है जो तुम भी कहो. चलते शरारे हैं, पानी के नारे हैं, हम काटे कटते नहीं. जो वादा करते हैं करके निभाते हैं, हम पीछे हटते नहीं. वक्त है, उम्र है, जोश है और जान है, ना झुके ना मिटे देश तो अपनी शान है. वक्त है, उम्र है, जोश है और जान है, ना झुके ना मिटे देश तो अपनी शान है. हमने कहा है जो तुम भी कहो. सुनो गौर से दुनिया वालों, बुरी नजर ना हम पे डालो. चाहे जितना जोर लगा लो, सबसे आगे होंगे हिंदुस्तानी. കുഞ്ഞുങ്ങളെ, സ്വപ്നങ്ങളും പ്രതീക്ഷകളും നഷ്ടപ്പെട്ട കഥകളാണ് നിങ്ങൾക്ക് പറയാനുള്ളതെങ്കിൽ സംതൃപ്തമാകാത്ത ജീവിതത്തിൻ്റെ പൂർത്തീകരിച്ച കഥകളിലൊന്നാണ് ഞാൻ. നല്ല പ്രായം മക്കൾക്കായി ജീവിച്ച് വാർദ്ധക്യത്തിലും മരണത്തിലും ഒറ്റപ്പെട്ടു പോയ പല കഥകളിലൊന്ന്. മനുഷ്യാവസ്ഥയുടെ മാത്രം പ്രതിസന്ധിയല്ല വാർദ്ധക്യം, അത് പ്രകൃതി നിയമമാണ്.
പ്രായമായ മാതാപിതാക്കളെ നോക്കുക എന്നത് അമ്മയുടെ ഉദരത്തിൽ പിറന്ന ഓരോ കുഞ്ഞിനുമുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമില്ലെങ്കിൽ അവർ നമുക്ക് പരദേശികളാണ്. നമ്മുടെ വീട് അവർക്ക് കാരാഗൃഹമാണ്. സാമീപ്യം കൊണ്ട്, സ്നേഹം കൊണ്ട് നാം അവരുടെ കാരാഗൃഹം മാറ്റുക. സ്വപ്നങ്ങളും പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ഞങ്ങളുടെ കഥകൾ ഇനി ഒരിക്കലും പൂർത്തിയാക്കാനാകുകയില്ല. എന്നാൽ ജീവിച്ചിരിക്കുന്ന നിങ്ങളിലെ പ്രതിഭകളെയും പ്രഗത്ഭരെയും തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുക. അതുവഴി ഓരോരുത്തരിലും ഈശ്വരൻ നൽകിയ ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക. മലയാളത്തിന്റെ അഭിമാനമായ ഞങ്ങളുടെയൊക്കെ സ്വപ്നസ്വരമായ 1000 പൂർണ്ണചന്ദ്രന്മാരെ ദർശിച്ച ഗാനഗന്ധർവൻ യേശുദാസിനെ നമുക്കൊന്നിച്ച് ആദരിക്കാം. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻവണ്ടു ഞാൻ അലരേ തേൻവണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാലൊരു പൊൻവല നെയ്യും തേൻവണ്ടു ഞാൻ അലരേ തേൻവണ്ടു ഞാൻ. പെണ്ണെ നീ മൂളിയുണർത്തും പാട്ടിന്റെ പല്ലവി എന്റെ കാതിലോതുമോ? പെണ്ണിനൊടുക്കാൻ കുടമുള്ള കോടിയുമായി കൂകിയും കുറുകിയും ഒരു ചിച്ചിറകിൽ മഴവില്ല് വരയ്ക്കും മനസ്സേ ശുക്രിയ ശുക്രിയ. ഹേ കുറുകി കുഴലൂതി പാടും കുയിലേ ശുക്രിയ ശുക്രിയ.
കഥ. കുപ്പത്തൊട്ടിയിലും റെയിൽവേ ട്രാക്കിലും പുഴുത്തു ചിതറിക്കടന്ന നിരവധി കഥകൾ നിങ്ങൾ വാരിക്കൂട്ടിയതല്ലേ? ഇന്നത്തെ ഹാഷ്ടാഗിൽ എന്റെ പേരായിരുന്നെങ്കിൽ നാളെ മറ്റൊരു പേര് അവിടെ എഴുതി ചേർക്കില്ല എന്ന് ഉറപ്പുണ്ടോ? മകളെ മാപ്പ്, സോദരി മാപ്പ്, അങ്ങനെ എത്രയെത്ര ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് എത്രയെത്ര ലൈക്കും കമന്റും വാരിക്കൂട്ടി. എന്നിട്ടും ഞങ്ങൾക്ക് നീതി കിട്ടിയോ? ഇവിടെ പൂർത്തിയാകാതെ മരിച്ചു വീഴുന്ന ഞങ്ങൾക്കില്ലാത്ത എന്ത് പ്രിവിലേജും സ്വാതന്ത്ര്യവുമാണ് നിങ്ങൾക്കുള്ളത്. ഇനിയും പാതി വഴിയിൽ മുറിഞ്ഞു പോകുന്ന കഥകൾ ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാകും? ഉണ്ടാകില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിശബ്ദമായ ഞങ്ങളുടെ ശബ്ദങ്ങൾക്ക് പകരമാവാമോ നിങ്ങൾ? പ്രതികരിക്കുമോ ഞങ്ങൾക്ക് വേണ്ടി? ഞങ്ങൾക്ക് കിട്ടാതെ പോയ നീതി ജീവിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കാൻ പ്രതികരിക്കുമോ നിങ്ങൾ? പ്രിയപ്പെട്ടവരെ, ഹിംസ ആഘോഷിക്കപ്പെടുന്ന ഈ കാലത്ത് ചവിട്ടി മെതിക്കപ്പെടുന്ന ഇളം പൂവ്, നിശബ്ദമാക്കപ്പെടുന്ന അടിച്ചമർത്തപ്പെടുന്ന പെൺജീവിതങ്ങൾ, ആവർത്തനത്തിന്റെ ചോര പടരുന്ന ഈ വർത്തമാനകാല സാഹചര്യത്തിൽ നിന്നും വലിച്ചു കീറപ്പെടുന്ന പെൺജീവിതങ്ങളിലേക്ക് ഒരു രംഗാന്വേഷണം. ക്രൂരമായി പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ സ്ത്രീകളുടെ, കുട്ടികളുടെ, വൃദ്ധകളുടെ വസ്ത്രങ്ങളാണ് അവരുടെ കഥകൾ നിങ്ങളോട് പറയുന്നത്. നാടകം മൈ ലിറ്റിൽ ഫ്രോക്ക്, എന്റെ കുഞ്ഞുടുപ്പ്. ചോരയും കണ്ണീരും അഗാധമായ സങ്കടങ്ങൾ തങ്ങി നിൽക്കുന്ന വസ്ത്രങ്ങൾ. വലിച്ചു കീറപ്പെട്ടവരുടെ ഈ ഉടുപ്പുകൾക്കൊക്കെയും എത്രയെത്ര ചവിട്ടി അരയ്ക്കപ്പെട്ട നിലവിളികളുടെ കഥകളായിരിക്കും പറയാനുണ്ടാവുക. വിരിഞ്ഞോരു പൂമുട്ടു ഞാൻ എൻ്റെ മോഹങ്ങൾ വാടിക്കരിഞ്ഞു പോയി. ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞെന്റെ ഓരോ തലവും ഒഴിഞ്ഞു പോയി. ചിത്രകാരിയാണ്. നിറങ്ങളിൽ പകർത്താനാകാത്തത് ഞാൻ എന്റെ കവിതകളിലൂടെ ലോകത്തെ വിളിച്ചറിയിക്കും.
അതൊക്കെ ചേർത്തൊരുക്കിയ ഒരു തിയേറ്റർ കൊളാഷ്. അതെ, ഒരു തിയേറ്റർ ജേണി. വലിച്ചു കീറപ്പെട്ടവരുടെ ആരും കേൾക്കാതെ പോയ നിലവിളികൾ, ക്രൂരമായി ചവിട്ടിയൊരക്കപ്പെട്ടവരുടെ മുറിവിൽ നിന്ന് പൊടിഞ്ഞ ചോരയുടെ ഉണങ്ങിയ പാടുകൾ, അതാണ് എന്റെ നിറങ്ങളിലൂടെ, അക്ഷരങ്ങളിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. My little frog. പ്രദർശനത്തിന് എനിക്ക് പ്രേരണയായത്. വളരെ നന്നായിട്ടുണ്ട് ഈ പ്രദർശനം. My little frog, ഈ കുഞ്ഞു മോളുടെ ഈ കുപ്പായം എന്റെ ഉറക്കം നഷ്ടപ്പെടുത്തുകയാണ്. വല്ലാത്തൊരു മരവിപ്പ ഈ പ്രദർശനത്തിലേക്ക് നൽകിയത്. ഇതാരെന്നറിയോ? BJP ഗ്രൂപ്പിന്റെ MD ഷായുടെ മകൻ രജത്തിന്റെ ഭാര്യ. അതെയോ? Nice to meet you. രജത്തിന്റെ ഫ്രണ്ടാ. ഇത്രയും വലിയൊരു ബിസിനസ് കുടുംബത്തിൽ ഇങ്ങനെ ഒരാളുണ്ടാകുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ? ഞാൻ താങ്കളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എന്നെ പരിചയപ്പെടുത്തണമെന്ന്.
നടക്കുന്നത്. അതൊരു പ്രദർശനത്തിനപ്പുറം പ്രതിരോധവും പ്രതിഷേധവുമാണെന്നറിയുക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾ ആ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കൊണ്ടൊരുക്കിയതാണ് ഈ എക്സിബിഷൻ. മാഡം പറയൂ, ആ 1.5 വയസ്സുകാരിയുടെ റേപ്പിനെ കുറിച്ച് പറയൂ. എനിക്ക് പറയാനുള്ളത് ഈ പ്രദർശനം പറയുന്നുണ്ട്, കണ്ണു തുറന്ന് കാണുക. എന്നാലും ആ ഇൻസിഡന്റ് അല്ലേ മാഡത്തെ ഈ എക്സിബിഷൻ പ്രേരിപ്പിച്ചത്? ആ 1.5 വയസ്സുകാരുടെ റേപ്പ് വിവരിക്കാമോ? എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? ആ 1.5 വയസ്സുകാരിയുടെ റേപ്പിന്റെ കഥകൾ ആഘോഷമാക്കണം അല്ലേ? ദുരന്തങ്ങളല്ല, നമുക്ക് ആഘോഷങ്ങളാണ്. സോഷ്യൽ മീഡിയ, ഇന്റർനെറ്റ്, ടെലിഗ്രാം കാഴ്ചകളിൽ അഭിരമിക്കുന്നവരാണ് ഈ നമ്മളൊക്കെ. എന്നാൽ എന്റെ ലക്ഷ്യം ഈ പൊള്ളുന്ന കാഴ്ചകളിലൂടെ നിങ്ങളുടെ അടഞ്ഞുപോയ കണ്ണുകളെ തുറപ്പിക്കുക എന്നതാണ്. നമ്മുടെ സാംസ്കാരിക ലോകത്തിന് ഇതെന്താണ് സംഭവിച്ചത്? ഇവിടുത്തെ നീതിക്കും നിയമത്തിനും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാം ഓരോ നിമിഷവും അടിഞ്ഞു ജീർണിക്കുകയാണ്. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ആ ഓർഡർ ഓർഡർ. എന്റെ കക്ഷി കവിത നിർത്താനുള്ള പേര് ബീച്ചിലെ ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു വരുത്തില്ലേ? നല്ല നിലാവുള്ള കുളിരുകാരുന്ന രാത്രി കവിത തിരുത്തി വേണ്ടാത്ത ചില തിരുത്തലുകളിലൂടെ വഴുതി. എന്റെ കക്ഷി ദളിത സാഹിത്യത്തിലെ യുവകവയത്തിലൂടെ സർഗവാസനകളെ തൊട്ടുള്ള മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആരോപിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾക്ക് എന്റെ കക്ഷി പ്രാപ്തനല്ല. അത്തരം കാര്യങ്ങളിൽ പ്രാപ്തനല്ല എന്ന് തെളിയിക്കുന്ന അശക്ത സർട്ടിഫിക്കറ്റ് ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുന്നു. സാംസ്കാരിക രംഗത്ത് തിളങ്ങി നിൽക്കുന്ന എന്റെ കക്ഷിയെ ചെടിവാരിത്തേക്കാനെ ആ പെൺകുട്ടിയെ മുന്നിൽ നിർത്തി ചിലർ കളിക്കുന്നതാണിത്. ഇതിനകം എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അതിന് കാരണം ആ യുവതി ധരിച്ചിരുന്ന പ്രലോഭനപരമായ ഈ വസ്ത്രമാണ്. വസ്ത്രമാണ് പ്രധാന പ്രതിയെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ പ്രതിയെ നിരുപാധികം വിട്ടയക്കുന്നു. മാത്രമല്ല, ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്നത് കുറ്റകരമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിനാൽ
ഇത്തരം വസ്ത്രങ്ങൾ കോടതി നിരോധിക്കുന്നു. നിഷ്കളങ്കയായ ഒരു പെൺകുട്ടി, പുസ്തകത്താളുകളിൽ മൈപ്പീലി സൂക്ഷിച്ച പെൺകുട്ടി കൃഷ്ണേന്ദു. മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത്, മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത്, പൂപ്പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിങ്ങൾ കൊടുകൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം തുടിതാളം മഴയുടെ മേളം നീണ്ടു നിൽക്കും നരവനതാളം പരിചകളുടെ നീരൊളി മേളം ഇഞ്ചിൻ താളം നിലവിലും മേളം ഇടക്കല്ലും കുടുക്കും അച്ഛാ, ഞാൻ അമ്പലത്തിൽ പോവാണേ. അന്ന് അവളുടെ പിറന്നാളായിരുന്നു. ഞാൻ എന്റെ മകൻ അവസാനമായി വാങ്ങിക്കൊടുത്ത വസ്ത്രം. അന്ന് അവൾ അമ്പലത്തിലേക്ക് പോയതാ, പിന്നെ തിരിച്ചു വന്നില്ല. വന്നതോ പൊതിഞ്ഞു കെട്ടിയ അവളുടെ ചലനമറ്റ ശരീരമായത്. ഓക്കെ, നമുക്കപ്പോ ക്ലൈമാക്സിൽ നോക്കാം. എപ്പോഴാണ് പ്രണയം പകയായി മാറുന്നത്? സോഷ്യൽ മീഡിയകളിലും ഓൺലൈൻ ലിങ്കുകളിലും ഇത്തരം ക്രൂരതകൾ നമ്മൾ ആഘോഷമാക്കുമ്പോൾ പുതിയ പൊട്ടൻഷ്യൽ കൊലപാതകളെ രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പ്രണയം ദിവ്യമായ ഒരു അനുഭവമാണ്. ചോര കൊണ്ട് അതിനെ കഴുകിക്കളയരുത്. തന്റെ ഫാദറിലോ അല്ലേ വരുന്നത്? നമുക്കിനി കുറച്ച് കഴിഞ്ഞാവാം. വളരെ മനോഹരം ചെത്ര. നീ നിന്റെ ഈ പ്രദർശനം എന്തും മനോഹരമായാണ് ഒരുക്കിയിരിക്കുന്നത്. എടീ ചെത്ത, നീ ഒരു അന്യജാതിക്കാരിയായിട്ടും എന്റെ മകനുമായുള്ള അഫയർ ഞാൻ ക്ഷമിച്ചത് നീ ഒരു ക്രിയേറ്റർ ആയതുകൊണ്ടാണ്. അത് ഞങ്ങൾക്കൊരു തീരാ തലവേദനയാവും ഞങ്ങൾ കരുതിയില്ല. നിന്റെ ഓരോ വാക്കും പ്രവർത്തികളും വിഷമാണ്, കൊടിയ വിഷം. Yes, I'm poisonous. Deadly weapon. പക്ഷേ ഒന്നോർത്തോ, എന്തും വില കൊടുത്ത് വാങ്ങാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും.
ഭരണകൂടത്തെ വരെ, ഒരുപക്ഷെ ഇന്ത്യ മഹാരാജ്യം വരെ. പക്ഷേ എന്റെ ചിന്തകളെ, നിലപാടുകളെ വില കൊടുത്ത് വാങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല. നീ ഒരു പെണ്ണ, വെറും പെണ്ണ്. പിന്നെ ആണുങ്ങൾക്ക് നേരെയുള്ള നിന്റെ ഈ പൊട്ടിത്തരാണ്ടല്ലോ, നേരത്തെ കാണാം. കാലം ഞാൻ ശ്രമിച്ചു. രജിത്തിനെ ഓർത്ത് ഇനി അതിന് കഴിയില്ല. ശബ്ദിക്കരുത്, നീ തീർന്നടി. യു ആർ നോ മോർ. കൂട്ടുന്ന കാലത്ത് നിങ്ങളുടെ മൗനം മഹാപാതകം. മിന്നാമിനുങ്ങിനും സൂര്യവെട്ടം വടവൃക്ഷമായി പടരുന്ന കാലത്ത് സ്നേഹം മുളയ്ക്കാതെ പോയടുത്ത് ആത്തിൽ വടവൃക്ഷമായി പടരും. വച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം. മിസാൻ പൂർത്തീകരിക്കപ്പെടാത്ത ജീവിതങ്ങൾ. കൂട്ടരെ, കണ്ണുകൾ തുറക്കൂ. നിങ്ങൾക്ക് ചുറ്റുമുള്ളത് കണ്ണു തുറന്ന് കാണൂ, കാതു തുറന്ന് കേൾക്കൂ. ഇനിയും ഇത്തരം കഥകൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ നിങ്ങളുടെ ശക്തിയെ നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ കഥകൾ പൂർത്തിയാക്കാൻ നിങ്ങൾ അവർക്കൊരു കാവലാകൂ. जनगण मन अधिनायक जय हे भारत भाग्य विधाता. पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा. विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा. तव शुभ नामे जागे, तव शुभ आशीष मागे. गाहे तव जय गाथा. जन गण मंगलदायक जय हे भारत भाग्य विधाता. जय हे जय हे जय हे जय 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 हे.